പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ്. ആൾക്കൂട്ട കൊലപാതകം, SC/ST അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് എന്തുകൊണ്ട് ചുമത്തിയില്ല എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്? കൊലപാതകമാണ് നടന്നത്. എന്നാൽ ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് പോലീസ് ചേർത്തിരുന്നില്ല. അത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. ഇപ്പോഴെന്തായാലും BS-ലെ 103/2 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. 5 അതിലധികമോ ആളുകൾ ജാതി, വംശം, പ്രദേശം തുടങ്ങിയ കാരണങ്ങളാൽ ഈ കൊലപാതകം നടത്തുന്നതിനെയാണ് ഈ വകുപ്പ് ചുമത്തുന്നത്. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ഈ വലിയൊരു ആൾക്കൂട്ടമാണ് കൊലപ്പെടുത്തിയത്. സ്വാഭാവികമായും ഈ വകുപ്പ് ചേർക്കാവുന്നതാണ്. എന്നാൽ പോലീസ് ഇതുവരെ ചേർത്തിരുന്നില്ല. ഇപ്പോഴെന്തായാലും ഈ BNS-ലെ 103/2 വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൂടാതെ നേരത്തെ കൊലപാതകമാണ് ചുമത്തിയിരുന്നത്. SC/ST അട്രോസിറ്റി വകുപ്പ് കൂടി ചുമത്തണമെന്ന ആവശ്യമുയർന്നിരുന്നു. SC/ST അട്രോസിറ്റി വകുപ്പ് കൂടി ചുമത്തിയാണ് നിലവിൽ കേസ് പുതുക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എത്ര പേരാണ് സാജിദ് പിടിയിലായിരിക്കുന്നത്? 7 പേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇന്ന് 2 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. വിനോദ്, ജഗദീഷ് എന്നീ പ്രതികളാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. നേരത്തെ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിനോദ്, അതോടൊപ്പം തന്നെ ജഗദീഷ് എന്നിവരുടെ റിമാൻഡ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് പോലീസ്. ആൾക്കൂട്ട കൊലപാതകം, SC/ST അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, ഈ സൂചിപ്പിച്ചതുപോലെ 7 പേരാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇവർ മാത്രമാണോ, അതല്ല കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പിടിയിലാകുമെന്ന് കരുതാമോ? സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, ഇപ്പോൾ പറഞ്ഞതുപോലെ 7 പേരാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുമോ? കൂടുതൽ ആളുകൾ ഇത് സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ട് ഇതിലുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, നിലവിൽ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 15ഓളം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പോലീസിന്റെ നിഗമനം. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. ഇത് ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന് തുടക്കത്തിൽ ഉണ്ടായത്. തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. നിരവധി ആളുകൾ ഫോണിലും മറ്റും ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഈ പോലീസിന്റെ അലംഭാവം കാരണമാണ് പല ആളുകളും ഇവിടെ നിന്ന് അവർക്ക് ഒളിവിൽ പോകാനും മറ്റും കഴിഞ്ഞത്. പലരും തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. എന്തായാലും ഈ മാധ്യമ വാർത്തകളും പൊതുസമൂഹത്തിന്റെ ജാഗ്രത കൂടി വന്നതോടുകൂടിയാണ് ഈ പോലീസ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഈ വാളയാർ പോലീസിൽ നിന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് കേസ് മാറിയിട്ടുണ്ട്. ഈ ഗുരുതര വകുപ്പുകൾ ഇടുന്നതുമായി ബന്ധപ്പെട്ടും പോലീസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ഈ ഗുരുതര വകുപ്പുകൾ ചേർത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളതാണ്. BNS 103/2 പ്രകാരം കേസെടുത്തിരിക്കുന്നു. ഈ 103/2 എന്നുള്ളത് 5ഓ അതിലധികമോ ആളുകൾ ഈ ജാതിയുടെയോ വംശത്തിന്റെയോ ദേശത്തിന്റെയോ പേരിൽ ഈ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി